ഓ എന്തൊരു ചൂടാണ്. നമുക്കാണെങ്കിൽ വത്തക്ക കഴിക്കാം, അല്ലെങ്കിൽ നാരങ്ങത്തോടെ കഴിക്കാം, അതുമല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും കഴിക്കാം. പക്ഷേ ഈ കനത്ത ചൂടിൽ പുഴയും കുളങ്ങളും മറ്റും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷികളും മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? അത്തരം പക്ഷികൾക്ക് വേണ്ടി കുടിനീരൊരുക്കുകയാണ് പാലക്കാട് തേൻകുറിശ്ശിയിലെ ശ്യാംകുമാർ എന്ന ഓട്ടോക്കാരൻ. ശ്യാംകുമാറിന്റെ കഥ പറഞ്ഞാണ് ഇത്തവണ പത്തേമാരി തുടങ്ങുന്നത്. തേങ്കുറിശ്ശിയിലെ ശ്യാംകുമാറിന്റെ വീടിന് പുറകുവശത്തെ മരച്ചില്ലകളിൽ തൂക്കിയിട്ട വെള്ളം നിറച്ച ഈ മൺപാത്രങ്ങൾ ദാഹനീരു തേടി പറന്നു നടക്കുന്ന പറവകൾക്കുള്ളതാണ്. പറവകൾക്കായി ശ്യാംകുമാർ എന്ന മനുഷ്യൻ ഒരുക്കിവെച്ച ജീവജലം. ഓട്ടോ ഓടിച്ച് ഉപജീവനം തേടുന്ന ശ്യാംകുമാർ 7 വർഷം മുമ്പാണ് വീട്ടിൽ പക്ഷികൾക്കായി കുടിവെള്ളം ഒരുക്കി തുടങ്ങിയത്. പാലക്കാട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ലയാണ് സംസ്ഥാനത്ത്. അപ്പോൾ ഈ കിളികൾക്ക് ആയിട്ട് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ആഗ്രഹം മനസ്സിൽ ഇടം പിടിച്ചു. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ചെയ്ത് പറഞ്ഞാൽ ആദ്യം വന്നത് വീട്ടിൽ ഈ വണ്ണാത്തിപ്പുള്ള്, കരിയിലക്കിളി, പ്രാവ്, മൈന, ഈ 4 ഐറ്റമാണ് ആദ്യം വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ ചിരട്ടിയിൽ 2-3 ചിരട്ടിയിലാണ് ആദ്യം ഫസ്റ്റ് എൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. അങ്ങനെ വെള്ളം വെച്ച് കൊടുത്തു. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഈ വെള്ളം കുടിക്കാനായിട്ട് വെള്ളം അവിടെ വെച്ചപ്പോൾ വെള്ളവും പഴവും തീറ്റയായിട്ട് പഴമൊക്കെ വെച്ച് കൊടുക്കാം. പപ്പളങ്ങ, മാങ്ങപ്പഴം, കടയിൽ നിന്നുള്ള ചെറു പഴങ്ങളൊക്കെ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞപ്പോൾ കുറേ കിളികളുടെ എണ്ണങ്ങൾ കൂടാൻ തുടങ്ങി. അപ്പോൾ ഈ പാത്രങ്ങളൊന്നും പോരാ പറഞ്ഞിട്ട് പിന്നെ ഈ മരത്തിൻ്റെ എല്ലാ ചില്ലുകളും 20ഓളം പാത്രങ്ങൾ ഒരുപോലെ കെട്ടിത്തൂക്കി ചൂടിക്കാരുണ്ട്. കുറിയുണ്ടാക്കി പരന്ന മൺപാത്രം, അതാണ് കിളികൾക്ക് വന്ന് ഇരുന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങൾ പരന്ന പാത്രമായിരിക്കണം. അങ്ങനെയാണ് 20 പാത്രങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത്. ആദ്യം വണ്ണാത്തിപ്പുള്ളും കരിയിലക്കിളിയും പ്രാവും മൈനയുമായിരുന്നു ശ്യാംകുമാറിന്റെ വീട്ടിലെ അതിഥികൾ. പിന്നീട് പച്ചിലക്കിളിയും ഓലഞ്ഞാലിയും മരംകൊത്തിയും ഇരട്ടത്തലച്ചിയും നാഗമോഹനും ചുട്ടിയാറ്റയും ചിന്നക്കുട്ടൂർവനുമെല്ലാം ഇവിടെ എത്തി. കൂത്താങ്കിരി വന്നു, പിന്നെ മഞ്ഞക്കിളി വന്നു, പിന്നെ നാട്ടുവേലിത്തത്ത, കാവി, മുനിയ 28 ഉണ്ട്. ചെറിയ കുഞ്ഞു കിളിയാണ്, കറുപ്പും വെള്ളയായിട്ട് കുഞ്ഞു കിളിയാണ് മുനിയ എന്ന്. ആറ്റക്കറുപ്പ് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ മുനിയ എന്ന് പറയും. അതൊരു 28 അത് കൂട്ടത്തോടെ വരിക. അവർ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എണ്ണി നോക്കുമ്പോൾ ഓരോ കിളികളും വിവിധ തരത്തിൽപ്പെട്ട കിളികളായിട്ട് 34 തരത്തിൽപ്പെട്ട കിളികൾ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് ഈ വേനൽക്കാലത്ത് വരാറുണ്ട്. ഒരു ദിവസം ചില കിളികൾ വന്നാൽ ബുൾബുൾ അല്ല, എന്താണ് നമ്മുടെ ഡ്രോങ്കോ പറയുന്ന കറുത്ത കുയിൽ, വാല് നീളമുള്ളൊരു ഡ്രോങ്കോ പറയുന്ന കിളിയുണ്ട്. അത് ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴേ വരിക. പിന്നെ അതുപോലെ തന്നെ മഞ്ഞക്കിളി, അത് കുറച്ച് ദിവസം കൂടുമ്പോഴേ വരുള്ളൂ. സ്ഥിരമായിട്ട് വരുന്നത് ഈ വണ്ണാത്തിപ്പുള്ള്, കരിയിലക്കിളി, ഓലഞ്ഞാലി, അങ്ങനെ മൈന, പ്രാവ്, പിന്നെ കീരി, ഉടുമ്പ് എല്ലാം. പിന്നെ വിവിധ തരം പൂമ്പാറ്റകൾ വരും. അതായത് പഴം വെച്ച് കൊടുക്കും. കിളികൾക്ക് പഴം വെച്ച് കൊടുക്കുമ്പോൾ കിളികൾ തിന്നു കഴിഞ്ഞതിൻ്റെ ഈ അവശിഷ്ടം ഉണ്ടല്ലോ, അളിഞ്ഞ പഴങ്ങൾ, അതാണ് പൂമ്പാറ്റകൾക്ക് ഇഷ്ടം. അളിഞ്ഞ പഴങ്ങളാണ് പൂമ്പാറ്റകൾക്ക് ഇഷ്ടം. അപ്പോൾ ഇത് തിന്നാനായിട്ട് പൂമ്പാറ്റകൾ വരും. അപ്പോൾ പൂമ്പാറ്റകളെ പിടിക്കാനായിട്ട് ഈ കുയിലുകൾ, കറുത്ത കുയിൽ, ആ വിവിധ അതുപോലെ ബുൾബുൾ എന്നുള്ളത് പൂമ്പാറ്റകളെ പിടിക്കാനായിട്ട് വരും. അപ്പോൾ ഒരു ജൈവ വൈവിധ്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കൃത്യം ഒരു 5:30 മണിക്ക് എണീക്കും. എണീച്ച് എൻ്റെ ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ പാത്രങ്ങൾ മുഴുവനും കഴുകി വൃത്തിയാക്കി വയ്ക്കണം. എന്താ കാരണം പറഞ്ഞാൽ, ഈ കിളികൾ വന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്തും അവയുടെ തൂവലുകൾ കൊഴിഞ്ഞിട്ട് അതുപോലെ കാഷ്ടിക്കും ഈ വെള്ളത്തിൽ. അപ്പോൾ ആ വെള്ളം മുഴുവൻ നമ്മൾ പഴയ വെള്ളം മുഴുവനും ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം
നിറച്ച് വയ്ക്കണം ഈ പാത്രം ഫസ്റ്റ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വരുന്ന ഈ കിളികൾ, ഫസ്റ്റ് വരുന്ന വണ്ണാത്തിപ്പുള്ള്, കരികിളി, അതാണ് വരിക. പിന്നെ അതൊരു കാലത്ത് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. ഈ കിളികൾക്ക് ദാഹിക്കുന്ന സമയത്ത് അവർ ഫസ്റ്റ് അവിടെ വരും, വീട്ടിൽ വന്ന് അവിടെ പഴം വെച്ചുള്ള കൃത്യ സ്ഥലത്ത് വന്ന് തന്നെ പഴം കഴിക്കും, പിന്നെ വെള്ളം കുടിക്കും, വെള്ളം കുടിച്ചിട്ട് പോകും. ഓണം കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ മാസം മുതലാണ് ഞാൻ ഈ കിളികൾക്ക് വെള്ളം ഇവിടെ വീട്ടിൽ ഒരുക്കി വയ്ക്കുന്നത്. അതായത് മഴക്കാലം, ജൂൺ മാസം മഴ തുടങ്ങുന്ന കൃത്യമായിട്ട് ആ മഴക്കാലം വരെയും തുടങ്ങുന്ന അതുവരെയും കിളികൾ കൃത്യമായിട്ട് എൻ്റെ വീട് തേടിയിട്ട് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനായിട്ട് കിളികൾ കൃത്യമായിട്ട് വരും. അശോക ചക്രവർത്തി കലിംഗ രാജാവ് ആയിട്ടുള്ളൊരു യുദ്ധമുണ്ട്, കലിംഗ യുദ്ധം. അതിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു. അശോക ചക്രവർത്തിൻ്റെ മനസ്സിന് ഒരുപാട് വേദനിപ്പിച്ചൊരു വിഷയമാണ് ഈ ഇത്രയും ആൾക്കാരുടെ മരണത്തിന് കാരണം ഞാനായല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ അതിന് പരിഹാരം നേടിയിട്ടാണ് ശ്രീബുദ്ധൻ്റെ അടുത്ത് അശോക ചക്രവർത്തി പോയത്. ആ സമയത്ത് ശ്രീബുദ്ധ ഉപദേശിച്ചു കൊടുത്താണ് നിങ്ങൾ തണൽ മരങ്ങൾ സ്ഥാപിക്കുക, തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കുക. അതാണ് അശോക ചക്രവർത്തിക്ക് ശ്രീബുദ്ധന് ഉപദേശിച്ചു കൊടുത്തൊരു വാക്ക്. അപ്പം അതും നമ്മുടെ ഒരു പ്രേരണയാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള. ജീവജാലങ്ങൾ ഇവർക്ക് ആരും കൊടുക്കാനില്ല, സംരക്ഷിക്കാൻ ആരും ഇല്ലല്ലോ. നമ്മുടെ കാര്യം നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ ഈ ജീവജാലങ്ങളെ നോക്കാൻ ആരും ഇല്ലല്ലോ. ഞാൻ കാലത്ത് കടയ്ക്ക് പോയിട്ട് ഈ വീട്ടാവശ്യത്തിനുള്ള പാലോ മറ്റു കാര്യങ്ങളോ കാലത്ത് വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ കിളിക്കുള്ള പഴവും വാങ്ങിയിട്ടാണ് വരിക. വന്ന് ഞാൻ അവിടെ ഈ കിളിക്കുള്ള ഈ പഴം വന്നിട്ട് ഈ മരത്തിൻ്റെ ചില്ലുകളിൽ കെട്ടി തൂക്കി ഒരു 5 മിനിറ്റ് ആവണ്ട. ഈ കൃത്യമായിട്ട് കാലത്ത് വരുന്ന ആ കിളികൾ കൃത്യമായിട്ട് ഈ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ പഴം വെച്ച് കൊടുത്ത 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ കിളികൾ അവിടെ എത്തിയിരിക്കും. പക്ഷേ ഞാൻ വരുന്ന സമയത്ത് നോക്കി ഒരു കിളി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, അവരൊരു പാഠം മനസ്സിലവർ ഉൾക്കൊണ്ടിട്ട് നമ്മളിവിടെ വന്നാൽ നമ്മുടെ വയറ് നിറയാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ആ കിളികൾ ആ മനഃശാസ്ത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വലിയൊരു അനുഭവമാണ് എനിക്ക്. ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, കിളികൾ വരുന്ന സമയത്ത് ആ കിളികൾ തമ്മിൽ ഈ വെള്ളം കുടിക്കാൻ അവർ തമ്മിൽ ശണ്ട കൂടാറുണ്ട്. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ കിളികളും തമ്മിൽ വണ്ണാത്തിപ്പുള്ള് വെള്ളം കുടിക്കുന്ന സമയത്ത് മറ്റു കിളികൾ വന്ന് സമ്മതിക്കില്ല. അത് മറ്റു കിളികൾ വമ്പോൾ അതിനെ ആട്ടി ഓടിക്കും. അപ്പം ഞാനിത് അതിനാണ് വിവിധ പാത്രങ്ങൾ വിവിധ ചില്ലുകളിലായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. വീട്ടുകാർക്കും വലിയ സന്തോഷമാണ്. മോളും ഇതിന് വലിയ മോനും ഭാര്യയൊക്കെ വലിയ സപ്പോർട്ടാണ് അതിന്. മകൻ സായുജ് കൊടുവായൂർ ഹൈസ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മകൾ സഞ്ജന കൊടുവായൂർ ശ്രീ സത്യസ് ഹൈസ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഭാര്യ സജിത വീട്ടമ്മയാണ്. ഇപ്പോൾ വേനൽക്കാലങ്ങളിൽ പറവകൾക്കുള്ള ശരണാലയമാണ് ശ്യാംകുമാറിന്റെ വീട്. ഓട്ടോ ഡ്രൈവറായ ശ്യാംകുമാർ മികച്ച പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ജൈവ വൈവിധ്യ ബോർഡിന്റെ ഹരിത പുരസ്കാരം, വനം വകുപ്പിന്റെ വനമിത്ര, പ്രകൃതിമിത്ര പുരസ്കാരങ്ങൾ, ഭൂമിമിത്ര അവാർഡ്, അനിരുദ്ധ് ഭാർഗവ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലവും പ്രകൃതിയെ സ്നേഹിച്ച് സകല ജീവജാലങ്ങളെയും സ്നേഹിച്ച് മുന്നോട്ടു പോകണം എന്നത് മാത്രമാണ് ശ്യാംകുമാറിന്റെ സ്വപ്നം. അതിനായി ഭാര്യ സജിതയും മകൻ സായുജും മകൾ സഞ്ജനയും ഒപ്പമുണ്ട്. പിന്തുണയുമായി തേങ്കുറിശി എന്ന ഗ്രാമവും. കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് ഭക്ഷണത്തെക്കുറിച്ചാണ്. കോഴിക്കോടൻ ഹൽവ, ബിരിയാണി, പലഹാരങ്ങളാണെങ്കിൽ സമൂസ, ഉന്നക്കായ, ചട്ടിപ്പത്തിരി തുടങ്ങി പലതരം സാധനങ്ങൾ. പക്ഷേ ഇപ്പോൾ കോഴിക്കോടൻ വിഭവങ്ങളിൽ പൊൻതൂവൽ ചേർത്താൻ പുതിയൊരു ഭക്ഷണം എത്തിയിരിക്കുകയാണ്. പുഴു. ആരും ഞെട്ടണ്ട, സാക്ഷാൽ പുഴു തന്നെ. പുഴു കൊണ്ടുള്ള ഷവർമ, പുട്ട്, ഉപ്പുമാവ്, അങ്ങനെ വിവിധ ഇനം വിഭവങ്ങൾ. പുതുതായി എത്തിയ ഈ പുഴു വിഭവത്തെക്കുറിച്ചാണ് ഇനി പത്തേമാരി. ഇവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ഷവർമ കണ്ടോ? ചിക്കനും ബീഫും ഒന്നുമല്ല, ക്യാരറ്റിനും ഉരുളക്കിഴങ്ങിനുമൊക്കെയൊപ്പം ഉള്ളിൽ നിറച്ചിരിക്കുന്നത് വറുത്തെടുത്ത പുഴുക്കളാണ്. കേൾക്കുമ്പോൾ മുഖം ചുളിയുന്നുണ്ടാവും.
പുഴുക്കളോട് അറപ്പും വെറുപ്പുമാണ് മലയാളിക്ക്. ചില നാട്ടുകാരെ പുഴുവിനെ തിന്നുന്നവരെന്ന് കളിയാക്കാനും നമ്മൾ മടിക്കില്ല. എന്നാൽ കോഴിക്കോട് കുണ്ടായിത്തോട്ടെ ഫിറോസ് ഖാൻ പുഴുവിനെ സ്നേഹിക്കുന്നു. പുഴുവിനെ ഉപയോഗിച്ചാണ് ഫിറോസ് ഖാന്റെ ഭക്ഷണ പരീക്ഷണങ്ങൾ. വളർത്തുമൃഗങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഫിറോസ് പുഴുവിനെ വളർത്തി തുടങ്ങിയത്. മറ്റിടങ്ങളിൽ ആളുകൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പുഴുവിനെ ഇവിടെയും ഉപയോഗിച്ചാലെന്താ എന്നായി പിന്നീടുള്ള ചിന്ത. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വളർത്തി തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, തിന്നാൻ കൊടുക്കുന്ന ഫുഡ് അത്രയും പ്രശ്നമാണ്. ഓട്സാണ്, ഗോതമ്പ്. അതിൽ ഓട്സ് മാത്രമേ നമ്മളിവിടെ വാഷ് ചെയ്യാണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കി ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും സാധനം കൊടുക്കുന്നത് നിരന്തരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്നൊരു തോന്നലാണ്, ജസ്റ്റ് അത് തിന്നു നോക്കിയാൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ അവർക്ക് വേറെ അഴുത്തപ്പെടുന്ന രീതിയിൽ കാഴ്ചയിൽ ഒന്നും തന്നെ കാണുന്നില്ല. അങ്ങനെയാണ് ഞാൻ അതിനെ തിന്നുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വരെ കാണും. അങ്ങനെ തിന്നപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴും ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഇനി മറ്റെന്തെങ്കിലും നെഗറ്റീവ്സ് വരുന്നുണ്ടോ എന്ന് പലതവണ വീണ്ടും ആവർത്തിച്ചപ്പോൾ ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ സ്ഥാപനത്തിൽ വെച്ചിട്ട് നമുക്കിവിടെ മുകളിൽ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് നമ്മൾ വന്നു ഒരു ദിവസം നമുക്കിവിടെ പാകം ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പെടുന്നു ഷോപ്പിലിട്ടിട്ട് ഫസ്റ്റ് അന്നാണ് പാകം ചെയ്തപ്പോൾ അന്ന് ഇതേപോലെ കഴിച്ചപ്പോൾ ആരും കുഴപ്പമില്ല. പിന്നെ ഈ കഥകളെല്ലാം ഞാൻ കഴിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ പറയുമ്പോൾ എൻ്റെ മക്കൾ അവർക്ക് കഴിക്കണം എന്നുള്ള അവരായിട്ട് ഇങ്ങോട്ട് വെച്ച അഭിപ്രായങ്ങളാണ്. അങ്ങനെയാണ് പിന്നെ അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ തേർഡ് പാർട്ടി കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതുവരെ ഒരു വയറുവേദന പോലും വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി പോലും വന്നിട്ടില്ല. അത് ദൈവം വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത്രയൊന്നും അനുകൂലമായിരുന്നില്ല പ്രതികരണങ്ങൾ. കേട്ടവരുടെയൊക്കെ മുഖം ചുളിഞ്ഞു. എന്നാൽ ഫിറോസ് ഖാൻ പിന്മാറിയില്ല. പുട്ടിലും പത്തിരിയിലും ഉപ്പുമാവിലും എന്ന് വേണ്ട സകല ഭക്ഷണങ്ങളിലും ഫിറോസ് പുഴുവിനെ ചേർത്തു തുടങ്ങി. കണ്ടപ്പോൾ മക്കൾക്കും കൗതുകം. അവരും കഴിച്ചു തുടങ്ങി. ഇത്രയേറെ രുചികരമായ ഭക്ഷണം അനുഭവിക്കാതെ പോകരുതെന്ന് ഫിറോസ് ഖാൻ പറയുന്നു. തെങ്ങിൻ കരിമ്പിന്റെ രുചിയാണത്രേ പുഴുവിന്. എണ്ണയിലോ ഓയിലിലോ നമുക്ക് വറുത്തെടുത്തിട്ട് നമുക്ക് നുറുക്കില്ലേ, നമ്മുടെ നുറുക്കൊക്കെ പോലെ നമ്മൾ ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ തിന്നാം. അതെന്താണ് ഓരോന്ന് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് മാറും. പക്ഷെ ലൈവില് ഈക്വൽ ടേസ്റ്റാണ്. ലൈവ് നിങ്ങൾ കഴിച്ചാലും ഞാൻ കഴിച്ചാലും ഈക്വൽ ടേസ്റ്റാണ്. ഒരു തെങ്ങിന്റെ കരിമ്പിന്റെ ടേസ്റ്റ്, അല്ലെങ്കിൽ കുറച്ച് താഴെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങിന്റെ ഒരു ഇളനീരുടെ ടേസ്റ്റ്, ഈ ഒരു ടേസ്റ്റിൽ നിൽക്കും. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഓട്സും ഗോതമ്പും കൊടുത്താണ് ഈ പുഴുക്കളെ വളർത്തുന്നത്. ജലാംശം ലഭിക്കാൻ ഉരുളക്കിഴങ്ങോ ക്യാരറ്റോ മുറിച്ചു കൊടുക്കും. കൊടുക്കുന്ന ഭക്ഷണത്തിനും കൃത്യമായ കണക്കുണ്ട്. ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ 100% വിജയത്തിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ഓട്സ്, 2 ഗോതമ്പ്, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്, സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് കൊടുക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അതിൽ നമ്മൾ ആപ്പിൾ കൊടുക്കുന്നുണ്ട്, ഓറഞ്ച് കൊടുക്കുന്നുണ്ട്, ബീട്രൂട്ട് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് കൊടുക്കുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് കൊടുക്കുന്നുണ്ട്. ഈ 5 സാധനം 100% വിജയത്തിലാണുള്ളത്. അതിലും ഞാൻ ഇപ്പോൾ തുടക്കക്കാരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഓറഞ്ച് താൽക്കാലികം മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ ഓറഞ്ചിൽ വാട്ടർ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്, അതുപോലെ തന്നെ ആസിഡ് പവർ ഉണ്ട് തൊലിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കക്കാരോട് പറയാറുണ്ട്, നിങ്ങളത് ഫസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയതിൻ്റെ ശേഷം മാത്രം ചെയ്താൽ മതി. ഈ ബാക്കി 4 കാര്യം നമുക്ക് ധൈര്യമായിട്ട് കണ്ണടച്ച് കൊടുക്കാം. മീൻ വറുക്കുന്നത് പോലെയാണ് പാചകമെങ്കിലും മസാല ചേർക്കേണ്ടതില്ല. ഏത് ഭക്ഷണത്തിനൊപ്പവും വറുത്തെടുത്ത പുഴുക്കളെ ചേർക്കാം. ഇതിനെ കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം എന്ന് വെച്ചാൽ ഇത് നമുക്ക് പൗഡർ ആക്കിയിട്ട് എടുക്കാൻ പറ്റും, പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും, ക്രീം ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സാധനത്തിന് എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഏത് ഫുഡിലേക്ക് വേണമെങ്കിലും ഇത് ചേർക്കാൻ പറ്റും. ഒന്ന് പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി, പിട്ട് ഉണ്ടാക്കി, അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി, ദോശയിൽ ചെയ്ത്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് ഇന്നതേ ചെയ്യാവൂ എന്നുള്ള ഒരു സംഭവം ഇല്ല. പിന്നെ വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് പാകം ചെയ്ത് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റിൽ മാറ്റങ്ങൾ വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ടേസ്റ്റ് ചെയ്യുക. ഫിറോസ് ഖാന്റെ കടക്കടുത്തുള്ളവരൊക്കെ ഇപ്പോൾ പുഴുക്കളെ കഴിച്ചു തുടങ്ങി. പാകം ചെയ്യാൻ സഹായത്തിനെത്തിയത് അടുത്ത കടയിലെ ചേച്ചിമാരാണ്. മൂന്ന് വയസ്സുകാരൻ മകൻ ഷഹബാസിനാണ് പുഴുവിനെ ഏറ്റവും ഇഷ്ടം. അവന് അവർ കളിക്കൂട്ടുകാരാണ്.
എന്തുകൊണ്ട് പുഴുക്കളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം? ഫിറോസിന് കാരണങ്ങളുണ്ട്. പ്രോട്ടീൻ കലവറയാണ് ഇവർ. മറ്റു രാസവസ്തുക്കളൊന്നും തിന്നാൻ കൊടുക്കാത്തതുകൊണ്ട് കഴിക്കുന്നത് വിഷമാണെന്ന ഭയവും വേണ്ട. പിന്നെ ഇതൊന്നും അഴുത്തപ്പെടാനോ അഴുക്കായി കളയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കട്ട് ചെയ്ത് കളയാനോ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിടുന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ഇതിൻ്റെ ജീവൻ പോകും. അരമണിക്കൂറിനുള്ളിൽ ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ആ രീതിയിലേക്ക് നമുക്ക് ആ വെള്ളം കളഞ്ഞിങ്ങാണ്ട് അതിന് യൂസ് ചെയ്യാം. അത്രയും സിമ്പിളാണ് സംഭവം. പുഴുവളർത്തൽ ജനകീയമാക്കാൻ ഫിറോസ് ഖാൻ ക്ലാസുകൾ എടുക്കാറുണ്ട്. ഇതിനകം 2 പുസ്തകങ്ങൾ എഴുതി. ഈ തിരക്കുകൾക്കിടയിലും പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. ഒരു 2 പുസ്തകം എഴുതി. ഒന്ന് അന്നം നൽകും ഓമനകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. പിന്നെ രണ്ടാമത് ഓർമ്മിച്ചു വെക്കാൻ ഒരു മുയൽ ഡയറി എന്ന് എഴുതി. ഇനി വരാൻ പോകുന്നത് അതിലെ എല്ലാം കൂടി പുഴു ഉൾപ്പെടുന്നുണ്ട്. അതിലെല്ലാം വേറെയും കുറെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു സാധനം. കേരളത്തിൽ പുഴുവിനെ തീന്മേശയിലെത്തിക്കുന്നതിൽ തുടക്കക്കാരനാവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഫിറോസ് ഖാൻ. ലോകത്തിന്റെ പല ഭാഗത്തും പ്രധാന ഭക്ഷണമായ പുഴുവിനെ ഇനിയും അധികകാലം അവഗണിക്കാനാവില്ലെന്ന് ഫിറോസ് ഖാൻ പറയുന്നു. രുചിയുടെ നഗരമായ കോഴിക്കോട് കൂടുതൽ പേരിലേക്ക് പുഴുവിഭവങ്ങൾ എത്തിക്കാനാണ് ഫിറോസിന്റെ ഇപ്പോഴത്തെ ശ്രമം. ഏറെയായി കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. പക്ഷേ പുണ്യഭൂമിയായ മക്ക വിളിക്കുന്നു. അങ്ങനെയാണ് 1.5 മാസം മുമ്പ് തമിഴ്നാട്ടുകാരനായ ഫയാസ് അഹമ്മദ് പുറപ്പെട്ടു പോയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തിയ അദ്ദേഹം യാത്രക്കിടെ അപരിചിതരായ മനുഷ്യർ നൽകിയ സ്നേഹത്തിന്റെ കഥ പറഞ്ഞു തന്നു ഫയാസ് അഹമ്മദ്. I am Fayaz Ahmad from Tamil Nadu. I will journey to Makkah by 2-wheeler. After 3 years, I will try to go to Makkah by road, Pakistan, Iran, Iraq. But cycle journey is not allowed. We can go on 2-wheeler. But this time, I will take 2-wheeler and go to Makkah. I will try to reach some men, come with me to Makkah, but anybody not meet me. This time I will go alone. After I will Bombay reach, 4 members are come with me. They tell me, but what happened I don't know. After I am gone to Delhi, that government is give me permission or not permission, I don't know, but Allah is great. I want to see Allah, Kaabatullah, Madinah Munawwara, Basra, Baghdad, anything Islamic, I will want to see that places and pray for all the Muslims, Hindus, Christians, anybody. തമിഴ്നാട് തിരുപ്പാത്തൂർ വാണിയമ്പാടിയാണ് ഫയാസ് അഹമ്മദിന്റെ നാട്. 1.5 മാസം മുമ്പ് മോട്ടോർ സൈക്കിളിൽ യാത്ര തുടങ്ങിയതാണ്. മക്കയാണ് ലക്ഷ്യം. 2 തവണ ഇതുപോലെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡൽഹി വരെ പോയി മടങ്ങേണ്ടി വന്നു. ആ 2 യാത്രകളും സൈക്കിളിലായിരുന്നു. അതിർത്തിയിലെത്തിയപ്പോൾ സൈക്കിളിൽ പോകാൻ അനുമതി നൽകാനാകില്ലെന്നറിയിച്ചു. മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമേ അതിർത്തി കടക്കാനാവൂ. അങ്ങനെ പണം സംഘടിപ്പിച്ച് പഴയൊരു മോട്ടോർ സൈക്കിൾ വാങ്ങി. അതിലാണ് മക്കയിലേക്കുള്ള യാത്ര. I will take 2 times Delhi by cycle, 3 months journey, daily 30 kilometers running. After Delhi, he will not met me, administer. Second trip I will gone to Delhi, his PA. Who is PA, I don't know. He tell me, you are old man, please you take 2-wheeler, after you can go. He will give permission. But this time Allah is great.
This place is very best place in Muslims area. I like this Calicut and your peoples, any caste, Hindu, Muslim. Some place I will eat in Hindu's hotel. He will give me food but not take money. Thank you, you can go to Allah. തീർത്ഥാടനങ്ങളിൽ ലക്ഷ്യം കാണുന്നത് ഒരുപക്ഷെ യാത്രകളിലൂടെയായിരിക്കും. വ്യത്യസ്ത നാടും നാട്ടുകാരെയും കണ്ട് അവരുടെ സ്നേഹവും ജീവിതവും അനുഭവിച്ചുള്ള യാത്ര. ഉദ്ദേശിച്ച സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യം പൂർത്തിയാകുന്ന യാത്രകൾ. First time I will gone to Hyderabad, after I will gone to Nagpur, Maharashtra, next Bhopal, next Kanpur, next Bareilly to Muzaffarnagar to Delhi. From Delhi to Wagah border, Amritsar, 500 kilometers. And Wagah border is Amritsar to Wagah border, 17 kilometers. After you will reach Pakistan, Lahore, 14 kilometers from Wagah border. Then Baluchistan, Quetta, Iran border, Krasna, Mashhad. One man is gone to Makkah by walking. Uzbekistan. Many people are go. If Pakistan embassy give me permission urgently, so I will try to Ramadan Umrah in Makkah. If it late, permission give later, so Ramadan